വലിയൊരു ദുരന്തം തലനാരിഴയ്ക്കൊഴിവായി എന്ന് പറയാം. കാരണം രാവിലെ എറണാകുളം തൃശൂർ റൂട്ടിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ ട്രെയിനുകൾ കടന്നുപോകുന്ന ഒരു സമയത്താണ് പച്ചാളം ഭാഗത്ത് ഈ മരം മറിഞ്ഞു വീണത്. കൂറ്റൻ പൂവരശ് മരമാണ് കടപുഴകി വീണത്. ആ സമയത്ത് ട്രെയിനുകൾ കടന്നുപോയിരുന്നില്ല. അതോടൊപ്പം തന്നെ ഈ വഴിയിലൂടെ നിരവധി വാഹനങ്ങൾ ലൂർദ് ആശുപത്രി അടക്കമുള്ള ഭാഗത്തേക്ക് പോകുന്നതാണ്. അതുവഴിയും ഗതാഗതമൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഭാഗ്യം യാതൊന്നും സംഭവിച്ചില്ല. ഇത് മറിഞ്ഞു വീണത് നേരെ ഈ വൈദ്യുതി ലൈനിലേക്കാണ്. വലിയ വോൾട്ടേജിൽ കറണ്ട് പ്രവഹിക്കുന്ന സമയത്താണ് ഈ മരം മറിഞ്ഞു വീണത്. അതുകൊണ്ട് തന്നെ തീയും പുകയും വലിയ ശബ്ദവുമാണ് ആ സമയത്തുണ്ടായത്. ഓടിക്കൂടിയ നാട്ടുകാരാണ് വിവരം റെയിൽവേയും ഫയർഫോഴ്സിനെയും പോലീസിനെയും ഒക്കെ അറിയിക്കുന്നത്. അവരെത്തി ട്രെയിൻ ഗതാഗതം തടഞ്ഞു. അങ്ങനെയാണ് വലിയ ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ പോകാതിരുന്നത്. അപ്പുറം ഇപ്പുറമൊക്കെ റെയിൽ ക്രോസ് ചെയ്യാൻ വന്ന ആൾക്കാരൊക്കെ തടഞ്ഞു നിർത്തി. പിന്നെ ഇത് കത്തനാണ്ട് അപ്പുറത്തും കത്തി, ഞങ്ങളുടെ വടക്ക് തെക്കുവശവും കത്തി. അപ്പൊ അത് പിന്നെ പേടിച്ചിട്ട് ഞങ്ങൾക്ക് പുറത്തിറങ്ങാനും പേടി. എന്നാലും പുറത്തിറങ്ങി ഇവരാണെങ്കിൽ എല്ലായിടത്തും വിളിച്ചു പറയുമ്പോ ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഇവിടെ ഭയങ്കര പ്രശ്നം കാലാകാലങ്ങളായിട്ട് നടക്കുന്ന ഒരു ജനങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. ഇതിപ്പോ ഈ വ്യക്തി കേസുമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ട് ഇവിടെ ഒന്നും കോർപ്പറേഷൻ ആയാലും സർക്കാരിനായാലും വികസന പ്രവർത്തനത്തിന് ഭാഗമായിട്ട് ഇത് ഒതുക്കാൻ ഈ റോഡിന് വീതി കൂട്ടാനാ പറ്റണില്ല. ഏതാണ്ട് 1.5 മണിക്കൂർ സമയം എറണാകുളം തൃശൂർ പാതയിൽ ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു. വേഗത്തിൽ ഫയർഫോഴ്സും റെയിൽവേയും സ്ഥലത്തെത്തി ഈ മരം അവിടെ നിന്ന് വെട്ടിമാറ്റി. പിന്നീട് റെയിൽവേയുടെ വൈദ്യുതി വിഭാഗം ഉദ്യോഗസ്ഥരെത്തി വൈദ്യുതി ലൈനും പുനഃസ്ഥാപിച്ചു. ഏതാണ്ട് 1 മണിയോടുകൂടി ട്രാക്ക് ക്ലിയർ ചെയ്ത് വീണ്ടും ട്രെയിൻ ഗതാഗതം പുനഃസ്ഥാപിച്ചു. പക്ഷേ ഇത് നൽകുന്ന ഒരു വലിയ പാഠമുണ്ട്. കാര്യം ഈ റെയിൽവേ ട്രാക്കിന് 2 വശങ്ങളിലും പല സ്ഥലത്തും വലിയ മരങ്ങളുണ്ട്. ആ മരങ്ങൾ മുറിച്ച് നീക്കേണ്ടതിലേക്കാണ് ഈ അപകടം സൂചിപ്പിക്കുന്നത്. ക്യാമറമാൻ മനോജ് മടശ്ശേരിക്കൊപ്പം ബിനിൽ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.